ആനവേട്ട നടന്ന ഇടമലയാർ വനമേഖലയിൽ ഇപ്പോഴും വേട്ട നടക്കുന്നതിന് തെളിവ്. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസികളാണ് ഇക്കാര്യം റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്നില്ലെന്നും വിവരം അറിയിക്കുന്ന തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ആദിവാസികൾ വെളിപ്പെടുത്തുന്നു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ആനവേട്ട കേസ് ഒതുക്കി തീർക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി ഞങ്ങൾ ഇടമലയാർ വനമേഖലയിലേക്ക് പോകുന്നു. മലയ്ക്കപ്പാറയിൽ നിന്ന് 6 കിലോമീറ്റർ വനത്തിലൂടെ നടന്നും ചങ്ങാടത്തിൽ സഞ്ചരിച്ചുമാണ് ഞങ്ങൾ ഇടമലയാർ വനത്തിനുള്ളിലെത്തിയത്. ആനവേട്ട നടന്ന പ്രദേശത്തെ ആദിവാസികളെ ഞങ്ങൾ നേരിൽ കണ്ടു. ഇപ്പോഴും വനത്തിനുള്ളിൽ വേട്ടക്കാരുണ്ടെന്നും തുടർച്ചയായി വെടിവെച്ചുകൾ കേൾക്കാറുണ്ടെന്നും ഇവർ ഞങ്ങളോട് വെളിപ്പെടുത്തി. എത്ര ദിവസം മുമ്പ് വരെ വെടിവെച്ച കേട്ടു? മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്നു ഇവിടെ. എന്താ ഈ വെടിപൊട്ടുന്ന ഞങ്ങൾ കേട്ടായിരുന്നു. എത്ര മണിക്കായിരുന്നു? അവര് 7-8-9 മണിയാക്കാം രാത്രി. ഫോറസ്റ്റുകാരോ? ഫോറസ്റ്റുകാർ അപ്പുറം കിടക്കുമായിരുന്നു. 3 പേരോ 4 പേരോ ഉണ്ടായിരുന്നു. അവർ ബാച്ചറും ഉണ്ടായിരുന്നു. ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്നൊക്കെ ഫോറസ്റ്റുകാർ ഇവിടെ കിടക്കുമ്പോൾ തന്നെ രാത്രിക്ക് ഇവരൊക്കെ എല്ലാം അറിയാം. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളോട് ചോദിക്കും ആരായതാന്നൊക്കെ. നമ്മളെന്നാ പറയാം, നമ്മൾ രാത്രി ഇപ്പോൾ കാണാൻ പോകുന്നുണ്ട്, നോക്കാൻ പോകുന്നുണ്ട്. ആനവേട്ട കേസിനെ തുടർന്ന് കോമ്പിങ്ങിനായി ഇവിടെ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറില്ലെന്ന് ഇവർ പറയുന്നു. മദ്യപാനവും ഉല്ലാസയാത്രയുമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. വിവരമറിയിക്കുന്ന തങ്ങളെ ഭീഷണിപ്പെടുത്തി കാട്ടിൽ നിന്ന് ഇറക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ആദിവാസികൾ. എത്ര ദിവസമായി അവര് വന്നിട്ട് ഒരു 8 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എന്തൊക്കെയാ അവർ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഓരോ കോണുകളിലേക്ക് വഞ്ചിയുമായിട്ട് ചെല്ലുന്നു, അവിടെ പോയിരിക്കുന്നു, തിരിച്ചു പോയിരുന്നു. അത്രേ ഉള്ളൂ. കാട്ടിൻ്റെ ഉള്ളിൽ കയറലൊന്നുമില്ല. ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ തങ്ങൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയവും ഈ ആദിവാസികൾക്കുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയോ ഒത്താശയോ ആനവേട്ടയ്ക്ക് പിന്നിലുണ്ടെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. നടപടികൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനത്തിനും വനംവകുപ്പ് ഇപ്പോഴും തയ്യാറാകുന്നില്ലെന്ന് ഞങ്ങളുടെ അന്വേഷണം തെളിയിക്കുന്നു. ഇടമലയാർ വനമേഖലയിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.